ഹലോ, രേഷ്മ തങ്കച്ചൻ. ഞാൻ ഈ വിഷയം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. ചില ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചു, നിനക്ക് വേറെ പണിയില്ലേ? എൻ്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ വേറൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പൈസ ഉണ്ടാക്കാൻ ഇവരെ തന്നെ വേണമല്ലേന്ന്. മോണറ്റൈസേഷൻ ആവാതെ ചാനലിൽ പൈസ തരാൻ യൂട്യൂബ് എൻ്റെ അമ്മാവൻ്റെ മക്കളല്ല ഉണ്ടാക്കിയത്. ഓക്കെ, അല്ല പിന്നെ ദേഷ്യം വരത്തില്ലേ? ഇനി ടോപ്പിക്കിലോട്ട് വരാം. ഒരു പാട്ടുണ്ട്, ഏതാണെന്നറിയോ? ഇതാണിപ്പോൾ അവസ്ഥ. ആരൊക്കെയോ പോയി ചൊറിഞ്ഞ് ഇപ്പം എല്ലാവരും കൂടെ തിരിച്ച് മാന്തി തുടങ്ങിയിട്ടുണ്ട്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി കുറച്ച് വോയിസ് കേൾക്കാം. കൊടുത്തിട്ടുണ്ടോ? ഒരു ക്യാൻസർ വഴി കൊടുക്കാനെന്നൊരു പൈസ പിരിച്ചിട്ട്. ഇനി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ലീഗൽ ഹാൻഡ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. ഇതൊന്നും ഇല്ലാതെ ഇവർ തന്നെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടല്ലോ, ഇത്ര ലക്ഷം രൂപ ഞാൻ എടുത്ത് എന്റെ മകന് ബൈക്ക് മേടിച്ചു കൊടുത്തെന്ന്. ക്യാൻസർ പേഷ്യന് കൊടുക്കാനാണെന്നും പറഞ്ഞിട്ട് 50,000 രൂപ അവർ പിരിച്ചിട്ട് അത് കൊടുത്തിട്ടില്ലാന്ന്. ഉളുപ്പുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? അല്ലെങ്കിൽ കുറച്ച് മനസാക്ഷി ഉണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഈ സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ ഇവരുടെ അവസ്ഥ കണ്ടിട്ടാണ് അവർക്ക് ആ പൈസ അയച്ചു കൊടുത്തേക്കുന്നത്. ആ പൈസ ഇവരെടുത്തതിൽ എനിക്ക് വലിയ മോശമൊന്നും തെറ്റായിട്ടൊന്നും പറയാനില്ല. അവരുടെ മകന് വേണ്ടിയിട്ട് തന്നെയാണ് ആ പൈസ എടുത്തേക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒന്നും പറയാനില്ല എനിക്ക്. പക്ഷേ കള്ളം പറഞ്ഞ് പൈസയും മേടിച്ച് ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് വെറും ചെറ്റത്തരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി ബാക്കി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇൻഷുറൻസ് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന രേഖകൾ ഹാജരാക്കണം. അത് ആർക്കൊക്കെ അവകാശങ്ങളുണ്ട്, ലീഗലി ഡൈവോഴ്സ് അല്ലാതെ ജീവിച്ചിരിക്കുന്ന, ഡൈവോഴ്സ് ചെയ്യാതെ നിയമപരമായി വിവാഹം കഴിച്ച ഏതൊക്കെ ഭാര്യമാർ ശ്രുതിക്കൊണ്ടോ അവർക്കെല്ലാം കിട്ടും പൈസ. ഡൈവോഴ്സ് ചെയ്യാത്തവർക്ക്. ഏതോ ഒരു ഇന്റർവ്യൂവില് ഈ രേഷ്മ തങ്കച്ചൻ പറയുന്ന കേട്ടു, ഇൻഷുറൻസ് തുക കിട്ടിയെന്ന് ഇദ്ദേഹം പറഞ്ഞെന്ന്. അങ്ങനെ ഒരു ഇന്റർവ്യൂവിലും ഇൻഷുറൻസ് തുക കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യം ഇന്റർവ്യൂ ഒക്കെ ഒന്ന് മര്യാദക്ക് ഇരുന്ന് കാണ്, അല്ലെങ്കിൽ ഈ അയച്ചിരുന്ന ഫ്രണ്ട്സിനോടൊന്ന് മര്യാദക്ക് ഇരുന്ന് കാണാൻ പറയണം കേട്ടോ. ഇവരൊരാൾ കാരണം ഈ സുധി എന്ന മനുഷ്യൻ ഇപ്പോൾ ഇല്ലാത്ത ചീത്തപ്പേരില്ല. അങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ മര്യാദയ്ക്ക് പോയൊരു മനുഷ്യനാണ്. ഇപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ കേൾക്കാൻ വേണ്ടി ഇനി ഒന്നുമില്ല. ആ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു സ്ത്രീ. ഇന്ന് ഈ സുധിച്ചേട്ടന് ബലിയിടുന്ന ദിവസമായിരുന്നു. കിച്ചു രാവിലെ പോയി ബലിയിട്ടിട്ടുണ്ട്. ഇവരതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയോ പോസ്റ്റ് ഇടുകയോ എന്തേലും ഒന്ന് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പോയി നോക്കണം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് സുധി എന്ന വ്യക്തി ഇവർക്ക് വെറും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമാണെന്ന്. ഇവർ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, കുറേ ഡാൻസും പാട്ടും. എൻ്റെ വായിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത്, ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ എങ്ങനെ പറയുമ്പോഴാണ് ഞാൻ നേരത്തെ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെയുള്ള കമൻസ് വരുന്നത്. നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കും. അതിനുള്ള എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള മറുപടി ഞാനും തരാം. ഇനി എനിക്ക് വേണ്ട അല്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന കമൻറ്റുകൾ ഞാൻ അതുപോലെ വിട്ടിട്ടുമുണ്ട്. എപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ, അപ്പോൾ ഇതൊക്കെ അവർ തിരുത്തി പറയും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതുവരെ ഇങ്ങനെ അങ്ങ് പോട്ടെ. ശരി, എന്നാൽ ബൈ.